2 പുസ്തകങ്ങളാണ് ഇവർ പ്രകാശനം ചെയ്യുന്നത്. സ്വാഗതം പറയുന്നതിന് വേണ്ടി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ഓഫീസറും പുസ്തകത്തിൻ്റെ എഡിറ്ററുമായ വിദ്യയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ആദ്യത്തേത് ജി ഗോപിനാഥൻ സാർ രചിച്ച ക്ലോറിൻ്റെ കഥ എന്ന പുസ്തകവും, രണ്ടാമത്തേത് ഡോക്ടർ CR ഗീത മാഡം രചിച്ച വാതരക്തവും ആയുർവേദ ചികിത്സയും എന്ന പുസ്തകമാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സുജാചന്ദ്രൻ മാഡമാണ്. മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലോറിൻ്റെ കഥ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശ ചടങ്ങ് ലേക്ക് ഇവിടെ എത്തിച്ചേർന്ന പ്രൊഫസർ CP അരവിന്ദേഷൻ സാറിനെയും B രമേശ് സാറിനെയും KK കൃഷ്ണകുമാർ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വാതരക്തവും ആയുർവേദ ചികിത്സയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിനായി ഇവിടെ എത്തിച്ചേർന്ന പ്രൊഫസർ P ശങ്കരൻകുട്ടി സാറിനെയും രഘുനാഥൻ സാറിനെയും ഡോക്ടർ ശ്യാംകൃഷ്ണൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പുസ്തക പരിചയത്തിനായി ഇവിടെ എത്തിച്ചേർന്ന കൂടാതെ ഈ 2 പുസ്തകത്തെ രചയിതാക്കളായ ജി ഗോപിനാഥൻ സാറിനെയും ഡോക്ടർ CR ഗീത മാഡത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവനക്കാരെയും പുസ്തക പ്രേമികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസിഡന്റിനായി സുജാചന്ദ്രൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ ബഹുമാനരെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും വൈജ്ഞാനിക സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിലകൊള്ളുന്ന സാംസ്കാരിക സ്ഥാപനമാണ്. ഇതിൽ നിന്ന് സാധാരണ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ സാഹിത്യത്തെയും ഭാഷയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അവിടുന്ന് പുറത്തിറങ്ങുന്നത് എന്നുള്ളത്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇവിടെ നിന്ന് നമ്മൾ 23 ഉപവിഭാഗങ്ങളിലായി വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് അത് വളരെ റെയറായിട്ടുള്ള മേഖലകൾ, ജേർണലിസം, അതുപോലെ തന്നെ സ്ത്രീ പഠനം, ഫോക്ലോർ തുടങ്ങിയ വിഷയങ്ങളിൽ പോലും ഒരു ശ്രേണിയിൽപ്പെട്ട ബുക്കുകൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്നുണ്ട്. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന 2 ബുക്കുകളും സയൻസുമായി ബന്ധപ്പെട്ടതാണ്. ക്ലോറിൻ സാധാരണ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ ലഭ്യമായ പുസ്തകങ്ങൾ, സയൻസിൽ സാധാരണ പ്രാഥമിക ലെവലിലും അതുപോലെ സെക്കൻഡറി ലെവലിലും ഒക്കെ കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക എപ്പോഴും മാതൃഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മലയാള ഭാഷയിൽ തുലം കുറവാണ്. അപ്പോൾ ഈ ക്ലോറിൻ്റെ കഥ എന്ന ബുക്ക് തീർച്ചയായും നമ്മുടെ വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് കുട്ടികൾക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. രണ്ടാമത്തെ ബുക്ക് ആയുർവേദ ശാസ്ത്രശാഖയിൽ ഇന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് ഗൗട്ട് എന്നുള്ളത്. ആ ഗൗട്ടിനെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ ചികിത്സയും പരിഹാരങ്ങളും എങ്ങനെ ആ രോഗത്തെ മാറ്റി നിർത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇതിൽ വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ബുക്കുകളും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 50 തൊട്ട് 55 വരെയുള്ള സ്റ്റാളുകളിൽ ലഭ്യമാണ്. ഇത് മാത്രമല്ല, ഈ വൈജ്ഞാനിക സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന 5600-ൽ മീതെ ബുക്കുകൾ നമ്മുടെ സ്റ്റാളിൽ ലഭ്യമാണ്. എല്ലാവരും അത് വാങ്ങുക, വായിക്കുക. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാഹിത്യരചനകളെ, വൈജ്ഞാനിക സാഹിത്യരചനകളെ പ്രോത്സാഹിപ്പിക്കുക. അത്രേ പറയാനുള്ളൂ. എന്തായാലും സമയം വളരെ കുറവായതിനാൽ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ലോറിൻ്റെ കഥ എന്നുള്ള പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കുന്നത് ഗവൺമെൻറ് വനിതാ കോളേജ് തിരുവനന്തപുരത്തെ റിട്ടയർ പ്രിൻസിപ്പൽ ഡോക്ടർ CP അരവിന്ദേഷൻ സാറാണ്. സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രസ്തുത പുസ്തകം ഏറ്റുവാങ്ങുന്നത് മുൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ B രമേശ് സാറാണ്. സാറിനെയും വേദിയിലേക്ക് ബഹുമാനപുരസരം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകം വാതരക്തവും ആയുർവേദ ചികിത്സയും എന്ന പുസ്തകമാണ്. അത് പ്രകാശനം ചെയ്യുന്നതിലേക്കായി ശങ്കരൻകുട്ടി സാറിനെയും സ്വീകരിക്കുന്നതായി രഘുനാഥൻ സാറിനെയും ആദരവും ക്ഷണിക്കുന്നു.
എന്ന പുസ്തകം പ്രകാശനം ചെയ്ത പ്രൊഫസർ CP അരവിന്ദേഷൻ സാറിന് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ആദരണീയരായിട്ടുള്ള ഗുരുജനങ്ങളെ, സദസ്സിലുമിരിക്കുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, രണ്ട് വാക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അടുക്കള മുതൽ അരങ്ങ് വരെ, അല്ലെങ്കിൽ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ, സോഡിയം ക്ലോറൈഡ്, ക്യാംഫർ, ഈ 2-3 കൊച്ചു വാക്കുകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കാരണം ഇതെല്ലാം ആർക്കും മറക്കാൻ പറ്റാത്ത പഴഞ്ചൊല്ലുകളാണ്. അതുപോലെയാണ് എനിക്ക് ക്ലോറിനും. ഒരു 25 കൊല്ലം കെമിസ്ട്രി പഠിച്ചു, ഒരു 60 കൊല്ലം ആ പഠിച്ച കെമിസ്ട്രിയും അതിനപ്പുറത്തെ കെമിസ്ട്രിയും റിസർച്ച് ചെയ്തിട്ടുള്ളതും പഠിപ്പിച്ചു. അങ്ങനെ 85 കൊല്ലമായിട്ട് പീരിയോഡിക് ടേബിളിൽ 1 മുതൽ അവസാനത്തെ 118 ആണെങ്കിൽ 118 മൂലകങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചെങ്കിൽ, അറിവിൻ്റെ ബന്ധം പുലർത്താൻ സാധിച്ചെങ്കിൽ എന്നെ സ്വാധീനിച്ച 2 മൂലകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒരു മറുപടി കൂടാതെ എനിക്ക് പറയാം, കാർബണും ക്ലോറിനും. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ കാർബണും ഉണ്ട്, അതിൽ ക്ലോറിനും ഉണ്ട്. അതുപോലെ തന്നെയാണ് ആഹാരത്തിൽ, ആശുപത്രിയിൽ നമുക്ക് കാണുന്ന സോഡിയം ക്ലോറൈഡ് ആഹാരത്തിലുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയാൽ എപ്പോഴും ആദ്യം തുടങ്ങുന്നത് ക്ലോറിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലോറിൻ വാട്ടറായിരിക്കും. ഇങ്ങനെ ഏത് രംഗത്തും ഒന്നുമില്ലെങ്കിൽ ക്ലോറിൻ്റെയും കാർബണിൻ്റെയും ബന്ധം കൊച്ചു കൊഴച്ചുകളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലേക്കും ഓടി എത്താൻ വേണ്ടി ഞാൻ പറയുന്നത് ക്ലോറോഫോം. അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊന്നിനെക്കുറിച്ചും ദീർഘമായിട്ട് ഞാൻ പറയുന്നേയില്ല. പുസ്തകം ഞാൻ കണ്ടു, ഞാൻ വായിച്ചു, മനസ്സിലാക്കി, ഞാൻ ബോധ്യപ്പെട്ടു. എനിക്ക് ഏറെ സന്തോഷമായി. ഒന്നുമില്ലെങ്കിൽ പഠിച്ചതും പഠിപ്പിച്ചതിനുമുള്ള ആ ഓർമ്മയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ബുക്ക് എഴുതാൻ സാധിച്ച, ഈ ബുക്കിൽ A മുതൽ Z വരെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഇതിൻ്റെ ഗ്രന്ഥകാരന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ. കെമിസ്ട്രി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ മനസ്സിൽ ഒരു ഉണർവും ഒരു ഉന്മേഷവും ഒരു ഉത്സാഹം തന്നെ എനിക്ക് കിട്ടിയെന്ന് പറയാം. ആ ക്ലോറോഫോമും ആ സോഡിയം ക്ലോറൈഡും ഉപ്പോട്ട് കൽപ്പൂരം വരെ എന്ന് പറയുന്ന ഇതുകൾ നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുമെന്നും ഈ ഒരു അവസരം ലഭിച്ചതിൽ ഈ പ്രായമായ എനിക്ക് എൻ്റെ ആരോഗ്യത്തിൽ തന്നെ അങ്ങേയറ്റത്തെ ഉണർവും ഉന്മേഷവും കിട്ടിയെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ചടങ്ങിൽ പങ്കുകൊള്ളാൻ സാധിച്ചൊരു ഭാഗ്യമായി കണക്കാക്കി ഏവരോടും, പ്രത്യേകിച്ച് ഗ്രന്ഥകർത്താവിനോടും ഇനിയും എഴുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വാതരക്തവും ആയുർവേദ ചികിത്സയും എന്ന പുസ്തകം പ്രകാശിപ്പിച്ച പ്രൊഫസർ P. ശങ്കരൻകുട്ടി സർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ നമസ്കാരം. വാതരക്തം എന്ന് പറയുന്ന രോഗം ഇന്ന് ഏകദേശം വളരെ സർവ്വസാധാരണമായിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രമേഹം പോലെ തന്നെ വളരെയധികം ആളുകളെ കഷ്ടപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ്. അപ്പോൾ അത്തരം രോഗങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്ക് നമ്മുടെ മാതൃഭാഷയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർ CR ഗീത എൻ്റെ പ്രിയ ശിഷ്യയാണ്. എഴുതിയ ഈ പുസ്തകം വളരെ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യും. എന്തെല്ലാം ആഹാരങ്ങൾ കഴിച്ചാൽ, ആഹാരത്തിനുണ്ടാകുന്ന ജീവിതശൈലിയിൽ പ്രത്യേകിച്ചും ആഹാരത്തിൻ്റെ ഉപയോഗക്രമത്തിലുണ്ടാകുന്ന ദോഷങ്ങളുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. പ്രത്യേകിച്ചും പ്രായം കൂടിയവർക്ക്, പണ്ട് ഇത് കുറച്ച് പ്രായമായവർക്ക് മാത്രമേ വന്നിരുന്നത്, ഇപ്പം പക്ഷേ കുറച്ചുകൂടെ യങ്ങർ ജനറേഷനിലുള്ളവർക്കും വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കുകയും എങ്ങനെ ഈ രോഗത്തെ തടയാൻ ശ്രമിക്കാൻ പറ്റുമെന്നാണ്. വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടപ്പെടാനേ മാർഗമുള്ളൂ. ഭയങ്കര വേദന ഉണ്ടാകുന്ന രോഗങ്ങളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം നന്നായി മനസ്സിരുത്തി വായിക്കുകയും അതിൽ നിർദ്ദേശിക്കുന്ന പഥ്യങ്ങളും അതിന് തടയാനുള്ള മാർഗങ്ങളുമൊക്കെ സ്വീകരിക്കുകയാണ് പ്രധാനം. ചികിത്സ രണ്ടാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ പുസ്തകം രചിച്ച എൻ്റെ പ്രിയ ശിഷ്യയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലോറിൻ്റെ കഥ എന്ന പുസ്തകം സ്വീകരിച്ച ഡോക്ടർ B. രമേശ് സർ. ഈ പുസ്തകത്തിൽ ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ മേഖലയിലും പടർന്നു കിടക്കുന്ന ക്ലോറിനെ നന്നായി പരിചയപ്പെടുത്തുക കൂടാതെ ക്ലോറിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറയുന്നുള്ള പ്രത്യേകതയുണ്ട്. നമുക്കറിയാത്ത ഒരുപാട് മേഖലകളിലേക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അറിയാൻ വയ്യാത്ത ഒരുപാട് മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതൊരു പ്രത്യേകതയുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കഥകൾ ശരിക്കും ക്ലോറിനെക്കുറിച്ച് മാത്രമല്ല, നിരവധി മൂലകങ്ങളെക്കുറിച്ച് കഥകളായി തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്തരം ഒരു സംരംഭത്തിനും കൂടെ തുടക്കം കുറിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.
രണ്ടാമത്തെ പുസ്തകം സ്വീകരിച്ച ശ്രീ രഘുനാഥൻ നായർ സർ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകളുണ്ട് പറയാം. ഈ വാതരക്തവും ആയുർവേദവും എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് അല്ല, അതൊരു വലിയ കൺസെപ്റ്റിലുള്ളൊരു അസുഖമാണത്. ഇന്ന് സാർവത്രികമായി വ്യാപകമായിരിക്കുന്ന ഈ ജീവിതശൈലി രോഗത്തിൽ അതിനകത്ത് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരുപാട് എണ്ണങ്ങളുണ്ട്. പ്രമേഹം തുടങ്ങി ഇന്നിപ്പോൾ അർബുദം വരെ നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ അസുഖങ്ങളുണ്ട്. ആ അസുഖത്തിൻ്റെ കൂട്ടത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു അസുഖമാണ് വാതരക്തം. ഇതിനകത്തൊരു നമ്മുടെ സന്ധികളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതിനൊരു ആട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പരിവേഷത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രോഗത്തെ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് അങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. ഒരു ചികിത്സ കൊടുത്ത് ഇങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു അസുഖമാണ് വാതരക്തം. അപ്പോൾ അത്തരം അസുഖത്തെപ്പറ്റി വളരെ ജനകീയമായി അതിന് മലയാള ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന് എന്ത് തരം ജീവിതശൈലിയിലാണ്, എന്ത് തരം ആഹാരം കൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും, എങ്ങനെ അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയും എന്ന് തുടങ്ങി വളരെ ചുരുക്കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വളരെ സമഗ്രമായ ഒരു ചെറിയ പുസ്തകമാണ് ഡോക്ടർ CR ഗീത രചിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിന് എല്ലാവരും വാങ്ങിക്കുകയും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തക്ക നിലയിൽ അത് ഉപകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ലോറിൻ്റെ കഥ എന്ന പുസ്തകം ഇവിടെ അവതരിപ്പിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത് ശ്രീ KK കൃഷ്ണകുമാർ സർ. സാറിന് സർ 2-3 വാക്യങ്ങളിൽ അവതരിപ്പിക്കാം. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ക്ലോറിൻ്റെ കഥ മനോഹരമായൊരു പുസ്തകമാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ മാതൃസ്ഥാപനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ 15 അധ്യായങ്ങളിലായിട്ട് ആണ് ക്ലോറിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പലരെയും നമുക്ക് അടുത്ത് മനസ്സിലാവാറില്ല. എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു, ശുദ്ധജലമായിരിക്കണം. ക്ലോറിനില്ലാതെ വെള്ളം ശുദ്ധിയാവില്ല. ഒരു ഭാഗത്ത് അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഉപ്പ് കഴിക്കുന്നുണ്ട്. ഉപ്പിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ക്ലോറിനാണ്. ഇങ്ങനെ നമുക്ക് അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെ ഉപയോഗമുള്ള അനവധി വസ്തുതകളുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്ന തരത്തിൽ ഉള്ള പുസ്തകങ്ങളില്ല. ശാസ്ത്രവിജ്ഞാനം വളരെ ഉയർന്ന തലത്തിൽ, വിദ്യാഭ്യാസം വളരെ കൂടുതലുള്ളവർക്ക് മാത്രം, അതും ഇംഗ്ലീഷിൽ മാത്രം പ്രതിപാദിച്ചാൽ മതി എന്നുള്ള ധാരണ ഇപ്പോഴും മാറിയിട്ടില്ല. അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത് 1968. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മലയാളത്തിൽ വിജ്ഞാന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യം മാത്രം പ്രധാനമായി എടുത്തുകൊണ്ടാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ബാക്കി വന്നതൊക്കെ പിന്നീട് അഡീഷൻസാണ്. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ നമ്മുടെ എല്ലാ മൂലകങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എല്ലാ തലത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ കൂടുതൽ പ്രസിദ്ധീകരിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കട്ടെ. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 3311 ഫ്രഷ് ടൈറ്റിലാണ്. മൊത്തമായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് 5839 പുസ്തകങ്ങൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് വിജ്ഞാന പുസ്തകങ്ങളുടെ എണ്ണം കുറവാണ്. മറ്റു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ധാരാളം പ്രസാധകരുണ്ട്. വിജ്ഞാന പുസ്തകങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഭാഷ ഇപ്പോഴും വളരെ പുറകിലാണ്. ആ കാര്യത്തിൽ ഒരു പരിഹാരമായിട്ട് ഈ പുസ്തകം വരട്ടെ. ഈ പുസ്തകം വളരെ ബുദ്ധിമുട്ടി എഴുതിയത് അനവധി കാലം ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൽ ജോലി ചെയ്ത ഗോവിന്ദ് സാറാണ്. അദ്ദേഹം വളരെ അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം മുഴുവൻ 34 കൊല്ലത്തെ ജീവിതാനുഭവം ആറ്റിക്കുറുക്കി ക്ലോറിൻ്റെ കഥയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ പുസ്തകം വാങ്ങണം, വായിക്കണം. ഇത്തരം പുസ്തകങ്ങൾ കൂടുതൽ പ്രസാധനം ചെയ്യാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വാതരക്തവും ആയുർവേദ ചികിത്സയും എന്ന പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്നത് റിട്ടയർഡ് DMO ഭാരതീയ ചികിത്സാ വകുപ്പ് ഡോക്ടർ ശ്യാമകൃഷ്ണൻ സാർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ച് എൻ്റെ അഭിനന്ദ ഗുരുനാഥനായ ഡോക്ടർ ശങ്കരൻകുട്ടി സാർ, അതുപോലെ രഘുനാഥൻ സാർ, ഈ പുസ്തകം എഴുതിയ ഡോക്ടർ ഗീത, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വാതരക്തവും ആയുർവേദ ചികിത്സയും എന്ന ഈ പുസ്തകം സമഗ്രമായിട്ട് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതാണ്. അതായത് ആദ്യം തന്നെ ആയുർവേദത്തിൻ്റെ ഒരു തത്വം വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വാതരക്തത്തിൻ്റെ സാധ്യത, എങ്ങനെയാണ് ഈ രോഗം ഇന്ന് പ്രസക്തമാവുന്ന ആയുർവേദ ചികിത്സ കൊണ്ട് എന്താണ് അതിൻ്റെ സാധ്യതകൾ, ആധുനിക ശാസ്ത്രത്തിൻ്റെ
കാഴ്ചപ്പാടിലുള്ള വിവരണം ഉണ്ട്. അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആയുർവേദത്തിൻ്റെ അനന്ത സാധ്യതകൾ ഈ രോഗത്തെക്കുറിച്ചുള്ള അത് ശോധന ചികിത്സ, ശമന ചികിത്സ, ഇത്തരത്തിലെല്ലാം വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ രോഗകാരണങ്ങൾ, ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള രോഗകാരണങ്ങൾ, അതിൻ്റെ ചികിത്സാ സാധ്യതകൾ, അതിനുപയോഗിക്കുന്ന ഔഷധങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സാധാരണയായി കാണപ്പെടുന്ന ഔഷധങ്ങൾ പോലും നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിക്ചറോട് കൂടി തന്നെ അത്തരം ചെടികളെ പരിചയപ്പെടുത്തുന്നു, അതുകൊണ്ടുണ്ടാക്കുന്ന ഔഷധങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അതിലുപരി ആഹാരത്തിനുള്ള പ്രാധാന്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആയുർവേദത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് രോഗം എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, വന്ന രോഗത്തിനെ എങ്ങനെ നിയന്ത്രിക്കാൻ, അതിന് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റം, അത് പഥ്യം എന്നുള്ള ഹെഡിങ്ങിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ രോഗത്തിനെ സംബന്ധിച്ച്. അതുപോലെ അതുമായി അടുത്ത ആയുർവേദ ചികിത്സയെക്കുറിച്ചാണെങ്കിൽ പോലും പ്രകൃതി ചികിത്സയുടെ സാധ്യതകൾ, അതുപോലെ യോഗ വലിയൊരു സാധ്യതയാണുള്ളത്. ഇത്തരം രോഗങ്ങളിൽ മനസ്സിൻ്റെ പങ്കിന് വലിയൊരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പങ്കിനെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് യോഗ ചികിത്സയെക്കുറിച്ച്, യോഗയുടെ സാധ്യതകൾ, ഇതെല്ലാം സമഗ്രമായി തന്നെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകവും വളരെ പ്രസക്തമാകുന്നു. സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് ഇതൊരു ചികിത്സ ഏറ്റെടുക്കാനുള്ള ഒരു അനുമതിയായിട്ടല്ല കണക്കാക്കേണ്ടത്. ഈ രോഗത്തിനെക്കുറിച്ചും ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ പുസ്തകത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മാർഗദർശിയായി ഇതിനെ കണ്ടുകൊണ്ട് ഈ പുസ്തകം ഏവരും സ്വീകരിക്കണം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി, നമസ്കാരം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തക ശ്രേണിയിലേക്ക് 2 പുസ്തകങ്ങൾ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരരെ ശ്രമിക്കുന്നു. ആദ്യം ശ്രീ ജി ഗോപിനാഥൻ സർ. പ്രിയമുള്ളവരെ, തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന കാലം മുഴുവൻ ക്ലോറിനുമായി മല്ലടിച്ചും ക്ലോറിനെ അടുത്തറിഞ്ഞും ക്ലോറിനെ അനുഭവിച്ചുമൊക്കെ കഴിഞ്ഞിരുന്ന ആളാണ് ഞാൻ. ഇന്നത് പറയുമ്പോൾ ഒരു സന്തോഷകരമായ മറ്റൊരു കാര്യം, എന്നോടൊപ്പം വളരെ കാലം ഉണ്ടായിരുന്ന ഇതേ അനുഭവം ഉണ്ടായിരുന്ന ശ്രീ ജി മുരളീധരൻ നായർ ഞങ്ങളുടെ സഹപ്രവർത്തകനും ഇവിടെ അപ്രതീക്ഷിതമായി വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ക്ലോറിൻ എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വികാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാനൊരു കഥ എഴുതാൻ ആലോചിച്ചപ്പോൾ അത് ക്ലോറിൻ്റെ കഥയായി മാറിപ്പോയി. അപ്പോൾ ഈ കഥ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യാൻ സാഹചര്യമൊരുക്കിയ, സന്മനസ് കാണിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാരഥികൾക്കും അത് എത്ര മനോഹരമായി അടിച്ചിറക്കാൻ പാടുപെട്ട അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഉള്ള നന്ദി ഞാൻ ആദ്യം പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അരവിന്ദാക്ഷൻ മാഷാണ്, CP അരവിന്ദാക്ഷൻ മാഷിനും അത് ഏറ്റുവാങ്ങിയ എൻ്റെ സുഹൃത്ത് ശ്രീ രമേശിനും ഉള്ള നന്ദി പറയുന്നു. പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ഞങ്ങളെല്ലാവരും കൃഹു എന്ന് വിളിക്കുന്ന ശ്രീ KK കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തിനും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ രചനയിൽ വളരെ കുറച്ച് കാലം മുമ്പ് തുടങ്ങിയതാണ്. വല്ലപ്പോഴും കുറേയൊക്കെ ആലോചിച്ച് അന്വേഷിച്ച് കണ്ടുപിടുത്തി ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ ആ പ്രയാണത്തിൽ എനിക്ക് പ്രചോദനവും പിൻബലവും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യതയിലും അതിൻ്റെ വ്യക്തതയിലും അതിൻ്റെ ഉള്ളടക്കത്തിലുമുള്ള എല്ലാം ഒരുപാട് മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയ ഒരുപാട് പേരുണ്ട്. അന്തരിച്ച പ്രൊഫസർ MK പ്രസാദ് മാഷ്, ഞങ്ങളുടെ എല്ലാം എൻ്റെ ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ RVG മേനോൻ മാഷുണ്ട്, ശ്രീ പ്രൊഫസർ KR ജനാർദ്ദൻ മാഷുണ്ട്, പിന്നെ പ്രൊഫസർ B ലക്ഷ്മിക്കുട്ടിയമ്മ, പിന്നെ ശ്രീ C രാമചന്ദ്രൻ, ഇവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അവർക്കെല്ലാം ഉള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉള്ള സന്തോഷവും നന്ദി പങ്കുവയ്ക്കുന്നു. ഈ പുസ്തകം, ഈ ക്ലോറിൻ്റെ കഥ മലയാളി സമൂഹം 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നും സ്വാംശീകരിക്കുമെന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഡോക്ടർ CR ഗീത മാഡം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, ഞാൻ കൂടുതലായിട്ട് ഇന്നൊന്നും സമയത്തിൻ്റെ പരിമിതി കാരണം കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും 2 വാക്ക് പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ പ്രധാനമായ കർത്തവ്യം. ആയുർവേദ ശാസ്ത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും അത് 96 ആയുർവേദത്തിൻ്റെ മൗലിക സിദ്ധാന്തം എന്ന് പറയുന്നത് 96 തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അതായത് ത്രിദോഷങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതുപോലെ പഞ്ചപ്രാണന്മാർ, ഉപപ്രാണന്മാർ, ഇവയെല്ലാം ചേർത്ത് 96 തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ആയുർവേദ ശാസ്ത്രം. അതായത് ഒരു രോഗം നിർണയിക്കുന്നതിനും അതുപോലെ അതിന് ചികിത്സ തേടുന്നതിനും ഈ പഞ്ചഭൂതത്തെ പറ്റിയുള്ള പരിജ്ഞാനം വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്, അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ആഹാരവസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ഓരോ ഘടകങ്ങൾ, അതിൻ്റെ അംശങ്ങൾ നമ്മുടെ ആഹാര വസ്തുക്കളിൽ എത്ര കൂടിയിരിക്കുന്നുവോ അത് ഏറ്റക്കുറച്ചിൽ അതിനെന്തുമാത്രം സംഭവിക്കുന്നു. അതേപോലെ തന്നെ ദോഷങ്ങൾക്കും രസാദി ധാതുക്കൾക്കും ഇത് ഏറ്റക്കുറച്ചിൽ അഥവാ വൃത്തിക്ഷയം സംഭവിക്കുന്നുണ്ട്. ഈ വൃത്തിക്ഷയമാണ് സർവ്വരോഗങ്ങൾക്കും കാരണം എന്ന്, എല്ലാ രോഗങ്ങളുടെയും മൂലകാരണം ഇതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിലൊരു 80 വിധ വാദവ്യാധികളെ പറ്റി പറയുന്നുണ്ട്. പാദഹർഷം, പാദദാഹം തുടങ്ങി ചെറിയ ചെറിയ ശാരീരിക അവസ്ഥകളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 80 വിധ വ്യാധികളെ പറ്റി പറയുന്നത്. അതിലൊരു പ്രധാനമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതായത് സ്ത്രീകളെക്കാൾ 9 ഇരട്ടി പുരുഷന്മാരാണ് ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഈ രോഗം അതായത് പഞ്ചഭൂതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാനുണ്ട്. ഉദാഹരണം, പൃഥ്വീഭൂതത്തിൻ്റെ അംശമാണ് ഇപ്പം നാം കഴിക്കുന്ന മാംസം, മുട്ട, ഇവയൊക്കെ അതിനകത്ത് പൃഥ്വീഭൂതമാണ് അധികമായിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷം, ശാരീരികമായിട്ടുണ്ടാകുന്ന ദോഷം എന്ന് പറഞ്ഞാൽ മേധോധാതുവും മാംസധാതുവും വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അബദ്ധ ആഹാര വിഹാരങ്ങളെ കൊണ്ട് ഈ പ്രധാനമായിട്ടുള്ള വാദദോഷം പ്രകോപിതമാകുകയും അതുപോലെ തന്നെ രക്തവക സ്രോതസ്സിനെ ആശ്രയിച്ച് നിന്നുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മറ്റേതും മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് സന്ധികളിൽ സഞ്ചയിച്ചിട്ടാണ് ഗൗട്ട് എന്ന് പറയുന്ന രോഗം. അത് ആധുനിക ശാസ്ത്രത്തിൽ മെറ്റബോളിക് ഡിസോർഡറായിട്ടാണ് പറയുന്നത് ഗൗട്ട്. പിന്നെ ഈ പുസ്തകം, എൻ്റെ ചെറിയ ഗ്രന്ഥത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ആയുർവേദ മെഡിക്കൽ സ്റ്റുഡൻസിനും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഗുരുനാഥന്മാരെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും മറ്റ് ബന്ധുജനങ്ങളെയും എല്ലാം വന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ബുക്ക് പുതുവർഷ സമ്മാനമായിട്ട് ജനസമക്ഷം സമർപ്പിക്കുകയാണ്. അടുത്തത് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരണത്തിന് തയ്യാറെടുത്ത എല്ലാ സ്റ്റാഫിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമയം അവസാനിച്ചു എന്നുള്ള അവിടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ മൂന്നാമത് നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ 3ാമത് പതിപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 17 പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പുസ്തകോത്സവത്തിൽ തന്നെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഓരോ പുസ്തകങ്ങളും ഒരു 100 പേര് ഒരു പുസ്തകം വായിച്ചാൽ പുതിയ 100 പുസ്തകങ്ങൾ ജനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പ്രകാശിപ്പിച്ച എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾ പുതിയ 1000 പുസ്തകങ്ങളായി പുനർജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാന്യരായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.